ഇനി നമുക്ക് എടപ്പാൾ വരെ ഒന്ന് പോകണം. എടപ്പാളിൽ ഒരു അത്യാവശ്യം അവിടെ തവനൂർ മണ്ഡലത്തിൽ എടപ്പാളിൽ അവിടെ നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ പ്രമേഷ് നമ്മളെ എന്തോ കാഴ്ച കാണിക്കാനുള്ള ശ്രമത്തിലാണ് ആഷ്മി. കലാകാരനാണല്ലോ നിഖിൽ പ്രമേഷ്, പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലേ? ഓക്കെ, ആയിക്കോട്ടെ നിഖിൽ പ്രമേഷ്. അപ്പൊ എങ്ങനെയാണ് എടപ്പാളിലെ ഒരു അവസ്ഥ? ഈ തവനൂർ മണ്ഡലത്തിന്റെ ചൂടും ചൂരും ആവേശവും ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾ കേരളത്തിലുടനീളമുള്ള കുട്ടിക്കലാശത്തിന്റെ മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ വിമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്ന് അറിയാം. ഞാനിപ്പോൾ ഉള്ളത് എടപ്പാളിലാണ്. എടപ്പാൾ എന്ന് പറയുമ്പോൾ തവനൂർ നിയോജക മണ്ഡലമാണ് വരുന്നത്. ഇത്തവണ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന 10 മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്ന് തവനൂരാണെന്ന് നമുക്കറിയാം. അതിലിപ്പോൾ VS ജോയിയുടെ ഒരു പ്രചരണാർത്ഥം എടപ്പാളിൽ ഹനാൻ ഷാ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കാനിരിക്കുകയാണ്. അതിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അല്പസമയം മുൻപ് ഇവിടെ DJ ആയിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ സൗണ്ട് ചെക്ക് പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഹനാൻ ഷാ ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഇവരൊക്കെ ഹനാൻ ഷായെ കാണാൻ വന്ന ആളുകളെന്ന് തോന്നുന്നു. എന്താണ് വിശ്വാസം വന്നില്ലല്ലോ? ഇല്ല, ഇവിടെ ആരാ മോനെ ജയിക്കുക ഇലക്ഷനിൽ? ഇവിടെ ജോയ് ജയിക്കും. നിങ്ങളെല്ലാരും ഹനാൻ ഷാനെ കാണാൻ വന്നാണ്? ഭയങ്കര ഫാനാ? ഹനാൻ ഷാന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? വേറെ പാട്ടേതാ? എല്ലാം അറിയട്ടോ അവർക്ക്. ഇവിടെ ആരാ ജയിക്കുക? ജോയ്. ഉറപ്പാണോ? ഇവിടെ ഹനാൻ ഷാനെ കാണാൻ വന്നാലേ? അതാണ്. അപ്പൊ അല്പസമയത്തിന് ഹനാൻ ഷായുടെ പരിപാടി നടക്കുന്നുണ്ട്. നമുക്കൊരു കേന്ദ്രീകൃതമായ കുട്ടിക്കലാശം ഇല്ലേ എടപ്പാളില്? നിങ്ങൾ അങ്ങനെ ഒരുക്കിയിട്ടില്ല? ഇന്ന് ഇവിടെ നടക്കുന്നത് ഹനാൻ ഷായുടെ പ്രോഗ്രാമാണ്. സെൻട്രലൈസ് ചെയ്തിട്ടുള്ള കുട്ടിക്കലാശം നടക്കുന്ന ആലത്തിയൂരാണ്. സ്ഥാനാർത്ഥി ഇവിടെ പങ്കെടുത്ത് ഇവിടെ വോട്ടഭ്യർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ജെൻസി കുട്ടികളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ഇവിടെ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയ്ക്ക് ശേഷം ആലത്തിയൂരിൽ സമാപനത്തിലേക്ക് പോകും. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇത്രയും ദിവസത്തെ കൊണ്ടുപിടിച്ച ഒരു പ്രചാരണമൊക്കെ മൊത്തത്തിലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം തവനൂർ മണ്ഡലത്തിലുണ്ട്. കേരളത്തിൽ പൊതുവായി UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. അത് തവനൂർ മണ്ഡലത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യത എല്ലാ ഭാഗത്തും ലഭിച്ചുകൊണ്ട്. പ്രായമുള്ള ഒരു അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടെ ആര് ജയിക്കും പ്രാവശ്യം? ജലീല് 3 തവണയാ ജയിച്ചത്. 3 തവണ. എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ വളരെ ഷുവറാണ് VS ജോയ് 100%. അപ്പൊ വൈകിട്ടോട് കൂടി ആലത്തിയൂരിൽ ഹാഷ്മി ആലത്തിയൂരിൽ എല്ലാ മുന്നണികളുടെയും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ ഇന്ന് വൈകുന്നേരം തവനൂർ മേഖലയാകെ കൊണ്ടുപിടിച്ച്, അതായത് ഇളക്കി മറിക്കുന്ന ഒരു കൊട്ടിക്കലാശം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോ ഈ സ്റ്റേജിലേക്ക് ഒരുപാട് ആളുകളെത്തും. ഇവിടെ നിന്ന് ആഘോഷമായിക്കൊണ്ട് സ്ഥാനാർത്ഥി അടക്കം ആലത്തൂരിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.